ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കോളേജ് പ്രോഗ്രാംസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഥയും കഥാപാത്രവും എന്നൊരു ഭാഗം, പിന്നെ ശ്രീ ഭഗവതി എന്നുള്ള ഒരു ഭാഗവുമായി എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ട് ആ കഥയും കഥാപാത്രവും ഇതിലെങ്ങനെയാണ് കഥയ്ക്ക് ജീവൻ നൽകുന്നതെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കഥയും കഥാപാത്രവും. ഒരു കഥ മിസ്സോടെ ക്വസ്റ്റ്യൻ എഴുതി കണ്ടോ, കഥയ്ക്ക് ജീവൻ നൽകുന്നത് ആരാണ്? കഥയ്ക്ക് ജീവൻ നൽകുന്നത് കഥാപാത്രങ്ങളാണ്. അത് നിങ്ങൾക്കറിയാലോ അല്ലേ? കഥാപാത്രങ്ങളില്ലെങ്കിൽ എന്തില്ല, കഥകളില്ല. മിസ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം കേട്ടോ പാഠം. കഥയ്ക്ക് ജീവൻ നൽകുന്നത് കഥാപാത്രങ്ങളാണ്. കഥയുടെ പൊരുൾ തേടി പോകുമ്പോൾ എന്നാൽ പലപ്പോഴും കഥാപാത്രങ്ങളുടെ ഉള്ളുകളികൾ ചെന്നെത്തുന്നു. ചെറുകഥകളിലും നോവലുകളിലും എന്നു വേണ്ട കാവ്യങ്ങളിൽ പോലും കഥാപാത്രങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. കഥാകൃത്തിനെ കവിക്കോ പറയാനുള്ളതൊക്കെ അവർ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലേ? ശരിയല്ലേ? അല്ലേ? കഥാപാത്രങ്ങളെ കൊണ്ടാണ് കവികൾ പറയാനുള്ള. ഇനിയിപ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും വിമർശനാത്മകമായ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു കഥാപാത്രത്തിന് എടുത്തിട്ട് സമൂഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതിലൂടെ ചോദിക്കുന്നു? കഥാപാത്രത്തിലൂടെ ചോദിക്കുന്നു. അപ്പം എന്തായി? സമൂഹത്തിനൊരു ചോദ്യം വരും അല്ലേ? ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയോ അറിയില്ല, നമ്മുടെ ചങ്ങമ്പുഴ പണ്ടൊരു കവിത എഴുതി, വാഴക്കുല എന്ന് പറഞ്ഞൊരു കവിത എഴുതിയപ്പോൾ നമ്മുടെ സമൂഹത്തെ മൊത്തം മാറ്റിമറിക്കാനും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ തന്നെ കാരണമായി തീർന്ന ഒരു കവിതയാണ് വാഴക്കുല. കാരണം കവിക്ക് ജനങ്ങളോട് പറയണം എന്ത്, ഇവിടെ പിന്നെ എന്താ പറയാ, ദുരാചാരങ്ങൾ അല്ലേ, അതായത് ആചാരം, നികൃഷ്ടമായ ആചാരങ്ങൾ, ദുരാചാരങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഈ അടിമ ഉടമ സമ്പ്രദായം, മുതലാളി തൊഴിലാളി, പിന്നെ ഇതില്ലയോ എന്താ പറയാ, പണ്ടത്തെ വർണ്ണങ്ങളില്ലേ, 4 ചാതുർവർണ്ണ വ്യവസ്ഥ എന്നൊക്കെ പറയൂലേ, അതിൽ ഫസ്റ്റ് ആരായിരുന്നു? നമ്മുടെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതിൽ ശൂദ്രര് അടിയാളന്മാരാണ് ഏറ്റവും ഉയർന്ന ബ്രാഹ്മണന്മാരെ പിന്നെ കൃഷിയിടത്താണ് ഇവർ ജോലി ചെയ്യുക. ഇവർക്ക് കുഴി കുത്തിയിട്ട് അതിലേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുക്കും, അതേ കുടിക്കാൻ പാടുള്ളൂ, അകത്തേക്ക് പ്രവേശനമില്ല, സംസ്കൃതം പഠിക്കാൻ പാടില്ല, മര്യാദയ്ക്ക് ഡ്രസ്സ് ഇടാൻ പാടില്ല, വിദ്യാഭ്യാസത്തിനുള്ള ദിവസത്തില് വോട്ടവകാശം, ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ലാത്ത കുറച്ച് ടീമാണ് ശൂദ്രർ അല്ലെങ്കിൽ അടിയാളന്മാർ. ഈ അടിയാളന്മാരുടെ ജീവിതം കണ്ട് ഇവർക്ക് ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായ, അതായത് ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല, ഇവർക്ക് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തെ പറ്റി ഇവർക്ക് ബോധം നൽകണം, ഇവരെ കീഴിൽ തന്നെ കാലാകാലം ജീവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വാഴക്കുല എന്ന കവിത എഴുതിയതും. ആ വാഴക്കുലയിൽ ജന്മീൻ്റെ കർഷക സ്ഥലം വാഴ നടുന്നതും, വാഴ പഴം വരുമ്പോൾ ഈ അടിയാളർ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് കരയുകയും ഞങ്ങൾക്ക് ഒരു കായ് പഴം തന്നെ തരുമോ വയ്ക്കുമ്പോൾ ഗുണ്ടകൾ, മറ്റേ എന്താ പറയുക, ബ്രാഹ്മണരുടെ ആൾക്കാർ വന്ന് കുട്ടികളെ തല്ലുന്നതും വാഴക്കൊല എടുത്ത് അവർ പോകുന്നതും ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ അതിൽ ലാസ്റ്റ് വരിയിലുണ്ട്, ഇതിനൊക്കെ എതിരെ പോരാടണം, ഇത് ശരിക്കും മനുഷ്യനാണ്, എല്ലാവരുടെ സിരകളിൽ ഓടുന്നത് ചുവപ്പ് രക്തമാണ് അല്ലേ, അതുകൊണ്ട് ഇവിടെ ആചാരങ്ങൾക്കൊന്നും ഒരു പ്രധാനവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വാഴക്കൊല വെട്ടുന്ന ജന്മിയും വാഴക്കൊല ഉണ്ടാക്കുന്ന ശൂദ്രനും ഒരേ ചോര തന്നെയാണ്, എല്ലാവരും മനുഷ്യരാണ്, ഒരേ അവകാശം തന്നെയാണ് മനുഷ്യർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനും പിന്നീട് ഈ ഒരു കവിത പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താനും കേരളത്തിൽ അതൊരു പൊതു ചർച്ചാ വിഷയമാവുകയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടയിൽ ചർച്ചാ വിഷയം, ജനങ്ങൾ ഇങ്ങോട്ട് ചങ്ങല പൊട്ടിച്ച് സമരത്തിന് ഇറങ്ങുകയൊക്കെ ചെയ്ത ചരിത്രം നമുക്കുണ്ട് അല്ലേ. അതൊരു കവിതയാണ് കാരണം. അതായത് വാഴക്കുല എന്നൊരു കവിത, ആ പേരെന്നെ കേട്ട വാഴക്കുല, അന്നത്തെ ആചാരങ്ങൾക്കെതിരായിട്ട് എഴുതിയൊരു കവിത. അപ്പൊ അതാ പറഞ്ഞത്, ആ കവിക്ക് അത്രയും കാരണം നേരിട്ട് പോയി പറഞ്ഞാൽ ബ്രിട്ടീഷ് ആധിപത്യമുള്ള സംഭവമാണ്, ആ ബ്രിട്ടീഷുകാർ നമ്മുടെ കവിയെ കൊല്ലും. അപ്പം കവിക്ക് അത് പറയണം. പക്ഷെ ഒരു കവിത എഴുതുന്ന ആർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ കവിതയിലൂടെ കവി തൻ്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഇതൊന്നും നടക്കാൻ പാടില്ല, ദുരാചാരങ്ങൾ ഒരിക്കലും ഉണ്ടാവരുന്നുള്ള അതുകൊണ്ടാണ് കവി ആ കവിത എഴുതിയതും ജനങ്ങൾ അത് ഹൃദയത്തിലേക്ക് എടുത്തതും പിന്നീട് അതൊരു സമരമായി മാറിയതും സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയതും. ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? കഥയും കഥാപാത്രവും. കവികൾ തനിക്ക് പറയാനുള്ളത് സമൂഹത്തിനോട് പറയുന്നത് കവിതകളിലൂടെ ആയിരിക്കും. കഥാപാത്ര നിരൂപണം ആദ്യഘട്ടം കഥാഘടനയിൽ കഥാപാത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുക അല്ലെ. കഥാപാത്രം, ഒരു കഥ എഴുതുമ്പോൾ അതിന് കഥാപാത്രം നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മളൊക്കെ പണ്ടൊക്കെ മിസ്സൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഉണ്ടാവും പിന്നെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കാരണം അതിൻ്റെ ആൻസർ എന്താ എഴുതുക? ഏതെങ്കിലും ഒരു കഥയായിരിക്കും, ആ കഥയിൽ ഒരു കഥാപാത്രം ഉണ്ടാവും. അപ്പം ആ കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസും ക്യാരക്ടറിസ്റ്റിക്സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പങ്ക് അല്ലേ, ആ കഥയിൽ അദ്ദേഹം എന്ത് പങ്കാണ് കഥാപാത്രം വഹിച്ചത്, അതൊക്കെ എസ്സേ രൂപത്തിൽ ആരും എഴുതും, നമ്മൾ എഴുതും. അപ്പൊ കഥാപാത്ര നിരൂപണം എന്നതിന് പറയാം. നാടോടി കഥകളിലും പുരാണ കഥകളിലും നമുക്ക് ഒരു വിഭാഗം ശിഷ്ട കഥാപാത്രങ്ങളെയും മറ്റൊരു വിഭാഗം ദുഷ്ട കഥാപാത്രങ്ങളെയും അല്ലെ നാടോടി കഥയിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെ സമൂഹത്തിൽ നമ്മൾ കഥയിലും പൂർണ്ണമായും ശിഷ്ടമോ ദുഷ്ടരോ ഇല്ല.
ശിഷ്ടരോ ദുഷ്ടരോ ഇല്ല. അനുഭവങ്ങൾ, സ്ഥാനം, സാഹചര്യം, ഓരോരുത്തരുടെ അനുഭവങ്ങളും സാഹചര്യങ്ങളുമാണ് ഓരോരുത്തരുടെ കവിത എഴുതാൻ. നമ്മൾ സുഗതകുമാരിയുടെ പരിസ്ഥിതിയുടെ കവിതയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഒറ്റ പൊട്ടിയ മരച്ചില്ലയിൽ ഇരുന്നൊരു കിളി പാടുന്നത്. പിന്നെ നമ്മൾ ആര് പഠിച്ചിരുന്നു? കവിത. അതൊക്കെ സുഗതകുമാരി പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുള്ള മെസ്സേജ് എന്തിലൂടെ പറയുന്നു? കവിതയിലൂടെ. പിന്നെയോ നമ്മളെ ആരായിരുന്നു? നമ്മുടെ മാധവിക്കുട്ടിയിലെ എന്താ പറഞ്ഞത്? കമലാസുരൈ എന്താ പറഞ്ഞിരുന്നത്? പിന്നെ പഴയ കാലത്തിലേക്ക് നമ്മൾ വൃദ്ധസദനത്തിലാക്കാൻ പാടില്ല, മുത്തശ്ശിയുടെ കാലഘട്ടത്തിലേക്ക് പോകാൻ ഇഷ്ടമാണ്, കുട്ടിക്കാലമാണ് നമ്മുടെ മറക്കാൻ പറ്റാത്ത കാലം എന്നൊക്കെ പറയും. എല്ലാ കവിതയിലും എന്തുണ്ട്? ഒരു മിസ് എക്സാമ്പിൾ ഇങ്ങനെ നിങ്ങൾ ഈ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് എക്സാം എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ വാഴക്കുല എന്നുള്ള കവിതയൊക്കെ നിങ്ങൾ എക്സാമ്പിളാക്കി എഴുതണം എക്സാമിന്. എന്നാൽ പിന്നെ എന്താണ്? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഒരു കവിത എന്ന് പറയുന്നത് ജനങ്ങൾ അത്രത്തോളം ഉദ്ബോധനം ചെയ്ത ഒരു കവിത വേറെ കേരളത്തിലില്ല. ഓക്കെ, അപ്പോൾ കഥാഗതിയെ കൂടുതൽ സ്വാധീനിക്കുന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഓരോ കഥാപാത്ര നിരൂപണവും ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ സ്ത്രീകൾ, അധസ്ഥിതർ, കുട്ടികൾ, ദരിദ്രർ തുടങ്ങിയ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അകറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടിയും രചനകൾ നടക്കുന്നുണ്ട് അല്ലേ? സ്ത്രീകളുടെ സാമൂഹിക പദവി പരിഷ്കൃത സമൂഹങ്ങളിൽ എപ്പോഴും ആശാവഹമല്ല. അടിച്ചേൽപ്പിക്കപ്പെടുന്ന ദാസ്യം പോലെ ഗൗരവമുള്ളതാണ് സ്ത്രീകളെ മേലേക്ക് ദാസ്യപ്പണി അല്ലേ? സ്ത്രീകൾ തന്നെ വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റും, പുരുഷന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന അതും കഥയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കഥാപാത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുക, പ്രവർത്തന വിശകലനങ്ങളിലെ സംഭാഷണം, അപഗ്രഥനം, കഥാപാത്രങ്ങളുടെ സമീപനവുമായി തട്ടിച്ചു നോക്കൽ, കഥാപാത്രത്തെ സ്വാധീനിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ്, ഇവയെല്ലാം ഒരു കഥ രചിക്കുമ്പം ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? കഥ ഒരു പൂർത്തിയായി കഴിഞ്ഞാൽ കഥാപാത്ര നിരൂപണ രചനയിലേക്ക് പ്രവേശിക്കുന്നു. കഥാപാത്ര നിരൂപണത്തിന് ആരംഭത്തിൽ കഥ സാമാന്യമായി പരിചയപ്പെടുത്തുന്ന ഒരു ആമുഖം ഉണ്ടാകുന്നത് നല്ലതാണ്. കഥയുടെ പശ്ചാത്തലത്തിൽ പാത്രത്തിന്റെ വ്യക്തിത്വത്തിലേക്ക് അടക്കം അത് സ്ഥാപിക്കുന്നതിന് കഥാസന്ദർഭങ്ങൾ ഉദാഹരിക്കുകയുമാവാം. കഥാപാത്ര നിലപാട്, അതിൻ്റെ സാധൂകരണം എന്നിവ കൂടി ചേർക്കുമ്പോഴാണ് അല്ലേ കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ജനങ്ങളെ കഥയിലൂടെ കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര കഴിവാണല്ലോ ഒരു കഥ എഴുതുന്ന ആള്. അപ്പോൾ ഒരു കഥയുടെ ഇമ്പോർട്ടൻസ്, കഥ പിറക്കാൻ ആവശ്യമായ ഒരു ഘടകങ്ങൾ, കഥയ്ക്ക് ജീവൻ നൽകുന്നത് കഥാപാത്രങ്ങളാണ് അല്ലേ? അങ്ങനെ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വേറൊരു കഥ ഇതിൽ പറയാം. അതേപോലെ ഒരു കഥയാണ് ശ്രീ ഭഗവതി. ഒരു കഥയാണ്. അത് എഴുതിയത് ആരാണ്? ഗീതാഹരണ്യൻ. ഓക്കെ, ഗീതാഹരണ്യൻ എഴുതിയൊരു കഥയാണ് ശ്രീ ഭഗവതി. ശ്രീ ഭഗവതി എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയാ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ താഴെ നിലയിൽ അതായത് ഒരു ഭാര്യയും ഭർത്താവിനെയും കഥയാണ്, ദാമ്പത്യ ജീവിതത്തിന്റെ കഥയാണ് ശ്രീ ഭഗവതി എന്ന കഥയിൽ പറയുന്നത്. താഴെ നിലയിൽ ലിഫ്റ്റിനരികിരുന്ന പറവുകാരൻ സ്കൂളിൽ നിന്ന് എഴുന്നേറ്റ് ബഹുമാനിച്ചത് അയാളെ നന്നായി ബഹുമാനിച്ചു. അങ്ങനെ ഈ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നതും ഭാര്യ വീട്ടുജോലി ചെയ്യുന്നതും അങ്ങനെ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. സ്ത്രീയെ ശരിക്കും വീട്ടുജോലിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ. ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ കഥ